സ്വീഡൻ കണ്ടതിൽ വെച്ച് വിചിത്രവും ഏറെ ഭീകരവുമായ ഒരു നിഗൂഢ മരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1932 സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് ഈ അതിവിചിത്രമായ സംഭവം നടക്കുന്നത്. സ്റ്റോക്ക്ഹോമിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ലില്ലി ലിൻഡ്സ്ട്രോം എന്ന അതിസുന്ദരിയായ യുവതി കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ വാസസ്ഥാൻ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. അവൾ ഒരു വേശ്യയായിരുന്നു. അക്കാലത്ത് ഒരു ഫോൺ ഉപയോഗിച്ചായിരുന്നു അവൾ അവളുടെ ക്ലയൻറ്റുകളെ നേടിയിരുന്നത്. അത് അക്കാലത്ത് വളരെ വിരളമായ ഒരു സംഭവമായിരുന്നു. അതിനാൽ തന്നെ ഏറ്റവും ലക്ഷറി ആയുള്ള ഒരു ജീവിതമാണ് ലില്ലി നയിച്ചിരുന്നത്. അപരിചിതരായ ഒരു പരിചയവുമില്ലാത്ത ഈ ക്ലയൻറ്റുകളെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചു വരുത്തിയിരുന്നത്. എന്നാൽ അതിൽ ഒരു കോൾ നിഗൂഢവും അതിമാരകവുമായ ഒരു ഭീകര നിഗൂഢതയായി ഇന്നും തുടരുകയാണ്. 1932 മെയ് മാസം ലില്ലി തൻ്റെ സുഹൃത്തും താഴത്തെ നിലയിലെ താമസക്കാരിയുമായ മിന്നി ജാൻസനെ കണ്ട് കുറച്ച് കോണ്ടം കടം വാങ്ങിയിരുന്നു. കാരണം അവൾക്കൊരു ക്ലയൻറ്റ് വരാനുണ്ടായിരുന്നു. ലില്ലിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അസാധാരണമായ കാര്യമൊന്നും ആയിരുന്നില്ല. എന്തിനേറെ ആ സമയം അവൾ നഗ്നയായിരുന്നു എന്ന കാര്യം പോലും അവൾക്ക് വിചിത്രമായി തോന്നിയിരുന്നില്ല. മിന്നി കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ തന്നെ സാധനം കൊടുത്തു. പിറ്റേന്ന് രാവിലെ ലില്ലിയെ കാണാതിരുന്നപ്പോൾ പോലും മിന്നിക്ക് സംശയമൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ സമയം ഏറെ വൈകിട്ടും ലില്ലിയെ പുറത്തേക്ക് കാണുകയോ ഉള്ളിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ശബ്ദങ്ങളോ ഒന്നും തന്നെ കേട്ടതുമില്ല. വാതിലിൽ മുട്ടി വിളിച്ചിട്ടും പ്രതികരണമില്ലായിരുന്നു. ഏറെ ഭയപ്പെട്ട മിന്നി ലില്ലിയുടെ പ്രതികരണമൊന്നും ഇല്ലാതായതോടെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ആ വാതിലിനപ്പുറം രാജ്യത്തെ പരിഹരിക്കപ്പെടാത്ത ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നിൻ്റെ തുടക്കമാകുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. 1932 മെയ് 4 ലില്ലിയെ മിന്നി അവസാനമായി കണ്ടതിന് 3 ദിവസങ്ങൾക്ക് ശേഷം അധികാരികളെത്തി. പോലീസുകാരും ലില്ലിയുടെ വാതിലിൽ തട്ടി വിളിച്ചു. പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം അവർ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു. എപ്പോഴത്തെയും പോലെ തന്നെ വളരെ വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായാണ് അവിടം കാണപ്പെട്ടത്. എന്നാൽ ആ കാഴ്ച ലില്ലിയുടെ ബെഡ്റൂമിലേക്ക് എത്തിയപ്പോൾ തികച്ചും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ലില്ലിയുടെ ചലനമറ്റ ശരീരമായിരുന്നു അവർക്ക് കാണാൻ സാധിച്ചത്. അവളുടെ ശരീരം കട്ടിലിൽ മുഖം താഴ്ത്തിയ നിലയിലായിരുന്നു. കൂടാതെ അവൾ പൂർണ്ണ നഗ്നയുമായിരുന്നു. അവളുടെ വസ്ത്രങ്ങളെല്ലാം തന്നെ കട്ടിലിനടുത്തുള്ള കസേരയിൽ വളരെ ഭംഗിയായി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ തലയിൽ അതിമാരകമായ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ മുറിവാണ് അവളെ മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. നല്ല മൂർച്ചയുള്ള ഒരു വസ്തു ഉപയോഗിച്ചാണ് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ച ഒരു കോണ്ടമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോഴാകാം ക്രൂരമായ കുറ്റകൃത്യം നടന്നിരിക്കുന്നതെന്ന് പോലീസ് കണക്കുകൂട്ടി. എന്നാൽ ഇത് ഈ ക്രൂരകൃത്യത്തിന്റെ ഭീതി ഉളവാക്കുന്നതോ വെറുപ്പുളവാക്കുന്നതോ ആയ ഒരു വശം പോലും ആയിരുന്നില്ല. മൃതദേഹം പരിശോധിച്ചതിൽ നിന്നും എല്ലാവരെയും ഞെട്ടിക്കുന്ന ആശയക്കുഴപ്പത്തിലാക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ശരീരത്തിൽ ഒരു തുള്ളി രക്തത്തിന്റെ അംശം പോലും കണ്ടെത്താനായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള രക്തമെല്ലാം വറ്റിപ്പോയതുപോലെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിമാരകമായ ഒരു മുറിവ് ലില്ലിക്ക് സംഭവിച്ചുവെങ്കിലും ശരീരത്തിനു ചുറ്റും രക്തം ചിതറിയിരുന്നില്ല. ശരീരത്തിൽ നിന്നും രക്തം ഊറ്റിയെടുത്തതാകാമെന്ന് കരുതിയാൽ പോലും അത്തരത്തിലൊരു മുറിവോ അടയാളമോ ഒന്നും തന്നെ ലില്ലിയുടെ ശരീരത്തിൽ കണ്ടെത്താനായില്ല. ബാത്റൂമിൽ ഒഴുക്കിയതാകാമെന്ന് കരുതിയാൽ അവിടെ രക്തത്തിന്റെ അംശം പോലുമില്ല. യാതൊരു തെളിവും തന്നെ പോലീസിന് കണ്ടെത്താനായില്ല. എന്നാൽ ഒരു സൂചന ലഭിച്ചു, അല്ലെങ്കിൽ ഒരു തെളിവ് അവിടെ അവശേഷിച്ചിരുന്നു. ഒരു സൂപ്പ് പാത്രം, അതിലൊരു തവി. അതെ, രക്തമുണ്ടായിരുന്ന ഒരു സൂപ്പ് പാത്രമാണ് പോലീസിന് ലഭിച്ചത്. ഇതിൽ നിന്നും ഇരയുടെ രക്തം കൊലയാളി കുടിച്ചിരിക്കാമെന്നാണ് പോലീസ് അനുമാനിച്ചത്. ലില്ലിയുടെ രക്തം സൂപ്പ് പാത്രത്തിൽ ഒഴിച്ച് ഒരു ചിക്കൻ സൂപ്പോ വെജ് സൂപ്പോ കുടിക്കുന്ന ലാഘവത്തിൽ ആസ്വദിച്ച് ആ കൊടൂര കൊലയാളി കുടിച്ചിരിക്കാം. എന്നാൽ അവിടെ നിന്നും ഒന്നും മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തിയിരുന്നില്ല.
കൊലയാളി അതിക്രൂരനും എന്നാൽ വളരെ വൃത്തിയും കൂർമ്മബുദ്ധിയും ഉള്ളവനാണെന്ന് പോലീസ് കണക്കുകൂട്ടി. ഇരയെ കൊലപ്പെടുത്തിയ ശേഷം അവളുടെ വസ്ത്രങ്ങൾ ഭംഗിയായി മടക്കി വെച്ചതിനാകാം ഇത്തരത്തിൽ കണക്കാക്കപ്പെട്ടത്. വാർത്ത പുറലോകത്ത് എത്തിയതോടെ ദ അറ്റ്ലസ് വാമ്പിയർ എന്ന പേരാണ് ഈ കൊലയാളിക്ക് മീഡിയ ചാർത്തിക്കൊടുത്തത്. ഇത്രയേറെ നിഗൂഢവും പൈശാചികവുമായ ഒരു കേസായതിനാൽ തന്നെ വളരെ വേഗത്തിൽ പ്രതിയെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഉമിനീര്, ശുക്ലം തുടങ്ങി നിരവധി തെളിവുകൾ കൊലയാളിയുടേതായി അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും DNA പരിശോധിക്കുന്ന രീതി കണ്ടെത്തും മുമ്പായിരുന്നു ഈ സംഭവങ്ങൾ നടന്നിരുന്നത്. അതുപോലെ തന്നെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ആരെങ്കിലും വരുന്നതും പോകുന്നതും മറ്റുള്ളവർ കണ്ടിരുന്നില്ല. അതിനാൽ തന്നെ കൊലയാളിയുടെ രൂപം എങ്ങനെയാണെന്ന് പോലും പോലീസിന് ഒരു രൂപവുമില്ലായിരുന്നു. മാത്രമല്ല, അസാധാരണമായ ശബ്ദങ്ങളോ മൽപ്പിടുത്തത്തിന്റെ ശബ്ദമോ ഒന്നും തന്നെ അടുത്ത് താമസിച്ചിരുന്നവർ പോലും കേട്ടിരുന്നില്ല. ഇതെല്ലാം തന്നെ ഈ കേസിനെ കാര്യമായി ബാധിച്ചിരുന്നു. ലില്ലിയുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം പുലർത്തിയിട്ടുള്ള എല്ലാ വ്യക്തികളെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ അവളുടെ സ്ഥിരം ക്ലയന്റുകളിൽ അന്വേഷണം കേന്ദ്രീകരിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. ലില്ലിയുടെ 9 ക്ലയന്റുകളെ പോലീസ് കാര്യമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അവരിൽ നിന്നൊന്നും യാതൊരു വിധത്തിലുള്ള തെളിവും ലഭിച്ചില്ല. അത് മാത്രമല്ല, ആ കാലയളവിൽ ലില്ലിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലായിരുന്നുവെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. കൂടുതൽ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ പോലീസിന് അറസ്റ്റ് രേഖപ്പെടുത്താനും കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴും ലില്ലിയുടെ അവസാനത്തെ ആ ക്ലയന്റ് അജ്ഞാതമായി തുടരുകയാണ്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി ധാരാളം കഥകളും പുറത്തു വരാറുണ്ട്. അറ്റ്ലസ് വാമ്പിയർ എന്ന കേസും ചൂടുള്ള വാർത്തയായതോടെ നിരവധി കഥകളാണ് പ്രചരിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു കുറ്റകൃത്യം എങ്ങനെ മൂടിവെക്കണമെന്നറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അവളെ കൊന്നതെന്നായിരുന്നു അതിലെ ആദ്യത്തെ കഥ. രക്തദാഹിയായ ഒരു രക്തരക്ഷസാണ് ലില്ലിയുടെ മരണത്തിന് കാരണമെന്നാണ് മറ്റൊരു കഥ. ഈ 2 കഥയിലും വിശ്വസിക്കുന്നവരും ഏറെയാണ്. എന്നിരുന്നാലും ഇന്നും അവശേഷിക്കുന്ന ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇതിൽ ഏറ്റവും വിചിത്രമായി തോന്നുന്നത് ലില്ലിയുടെ രക്തം എവിടെ പോയി എന്നതാണ്. ലില്ലിയുടെ കാണാതായ രക്തം എന്ത് ചെയ്തു? കുറ്റവാളി ഈ രക്തം കുടിച്ചു, അതോ ഒരു ഭീകരത വരച്ചു കാട്ടാൻ വേണ്ടി പാത്രങ്ങളിലേക്ക് പകർന്നതോ? വാസ്തവത്തിൽ ഈ രക്തം പോലും അവിശ്വസനീയമായ രീതിയിൽ എങ്ങനെ നീക്കം ചെയ്തു? നല്ല വൃത്തിയുള്ള എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ആ കൊലയാളി എന്തിനായിരിക്കാം ആ സൂപ്പിന്റെ സ്പൂണിൽ വിരലടയാളം അവശേഷിപ്പിച്ചത്? കൊലയാളിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആധുനിക കാലത്തെ ഫോറൻസിക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ന് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനാകും. എന്നാൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്നുള്ള DNA വളരെ മോശമായതാണ്. എന്ന് വെച്ചാൽ അതിന് നല്ല രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല, കൊലയാളിയുടെ ജീവിച്ചിരിക്കുന്ന ഒരു പിന്തുടർച്ചക്കാരനെ കണ്ടെത്തേണ്ടതും ആവശ്യമാണ്. അവളുടെ ക്ലയന്റിനെ സന്തോഷിപ്പിക്കുവാൻ മുറിയിലേക്ക് പോയ ലില്ലി എന്ന യുവതിക്ക് അന്ന് അവിടെ വെച്ച് എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഒരു കൊടൂര കൃത്യം എങ്ങനെ സംഭവിച്ചു എന്നതിനെല്ലാം ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. സ്വീഡൻ ചരിത്രത്തിലെ തന്നെ പരിഹരിക്കപ്പെടാത്ത അതിഭയാനകമായ ഒരു കേസായി ഇന്നും ദ അറ്റ്ലസ് വാമ്പിയർ കേസ് തുടരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? ലില്ലിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ലില്ലിയുടെ കൊലപാതകി ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.